always say the captain of the ship is, of course, the director. And now it's time for us to celebrate that very director. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ നമ്മൾ കണ്ടു, ഗപ്പി. He followed that up with Ambali and ഇപ്പോൾ ഇതാ ആശാൻ. അതിനിടയിൽ രോമാഞ്ചം എന്ന് പറഞ്ഞൊരു സിനിമയുടെ പ്രൊഡ്യൂസറായി നമ്മൾ കണ്ടു. ഈ ഒരു സിനിമയിൽ he is playing multiple roles, that of a director, that of a producer, as well as a music director. ഓരോ സിനിമകളും വരുമ്പം ഇങ്ങനെ ജോലി കൂടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ. But you can see the exemplary result of the film as well. Ladies and gentlemen, നല്ലൊരു കൈയ്യടി. Let's welcome the director, producer and music director of Asha, none other than John Paul George. Duffy Cinemas in association with Asian Films presents Asha, a film by John Paul. Congratulations. വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ബിക്കോസ് സിനിമയിലൂടെ കാഴ്ചവെക്കുക പ്രേക്ഷകർക്ക്, അതാണ് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ സൂപ്പർ ഹിറ്റ് സോങ്. താങ്ക് യു. എന്ത് തോന്നുന്നു ഇന്ന് ഇവിടെ ഈ ട്രെയിലർ ലോഞ്ചിൽ നിന്ന് നിൽക്കുമ്പോൾ? ഞാൻ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത് ലൈഫിലാണ്. ഞാൻ പോയിട്ടില്ല, അത് വിളിച്ചിട്ടുണ്ട്, പോയിട്ടില്ല, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. മീൻസ് അത് മാറി കിട്ടിയില്ലേ? ഇപ്പൊ മാറി. അവിടെയൊക്കെ ഇരുട്ടായതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് മനഃപൂർവ്വം ലൈറ്റിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കുഴപ്പമില്ല. നമ്മുടെ പണിയതായതുകൊണ്ട് കാണുമ്പോഴത്തേക്കുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ജോൺ പറഞ്ഞോണ്ടോ ഇതിങ്ങനെ ആക്കി വെച്ചേക്കുന്നത്? ഞാൻ തന്നെയാണ് ലൈറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഞാൻ തന്നെയാണ്. ഓക്കെ, എന്തായാലും എല്ലാവരും വന്നു, ഭയങ്കര സന്തോഷം എല്ലാരെയും ഇവിടെ കാണുമ്പോഴത്തേക്കിന്. ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും മനോഹരമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട് കണ്ടോണ്ടിരിക്കാനായിട്ട്. പല ചാനലുകളും രഞ്ജിന് തന്നെ കമ്പയർ ചെയ്തിരിക്കുന്ന പല ചാനലുകളിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് ആൾക്കാർ ഇരുന്ന് കൈയൊക്കെ അടിക്കുന്നു. ഞാനിപ്പോ അതുപോലെ ടെൻഷൻ ഇല്ലാണ്ട് കൈ അടിച്ചു. അപ്പൊ അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് വെൽഫെയർ ടീമിനോടാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് അവരിവിടെ വന്നതിന് ശേഷം അവർ ഈ സിനിമ എടുത്തങ്ങ് വേറെ സ്പേസിലേക്ക് വെച്ചു. കാരണം അവരാ സിനിമ കണ്ടു, ഞാൻ അതിനാദ്യം നന്ദി പറയേണ്ടത് വെൽഫെയർ ടീം, പിന്നെ ദുൽഖർ. എൻ്റെ ഒരു ട്രാവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2010 ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്. അപ്പൊ ഞാൻ അത് ഈ സിനിമയ്ക്കുള്ളിൽ സിനിമയായതുകൊണ്ട് അതൊന്ന് പറയണം തോന്നി. ആദ്യമായിട്ട് ഞാൻ 26 സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു. 26ാമത്തെ ആളായിരുന്നു രാജേഷ് പിള്ള. ട്രാഫിക് എന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ട്രാഫിക് എന്ന സിനിമയിലാണ്. അപ്പോൾ ആ സിനിമ തന്നെ മലയാള സിനിമേനെ ഒരുപാട് അവിടുന്നാണ്. ട്രാഫിക്കിന് ശേഷവും മുമ്പും പിമ്പും എന്നുള്ളൊരു വാർത്ത ആ സമയത്തും അപ്പോഴും ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അപ്പം രാജേഷ് പിള്ള ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തത് സമീർ താഹിർ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ, ചാപ്പാഗിരിച്ച്, നീലാകാശം, പച്ചക്കടൽ, അങ്ങനത്തെ ഒരു ട്രാവൽ അദ്ദേഹത്തിനോടൊപ്പം അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ 2 ആശാന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ദുൽഖറിനൊപ്പം നീലാകാശം സിനിമ ഞങ്ങളൊരു 1.5 വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു. വളരെ ക്ലോസ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമയ്ക്ക് ഒരാൾ വേണം അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട്. കാരണം ഞങ്ങളെല്ലാം പുതിയ ആളുകളാണ്, ആക്ടേഴ്സ് എല്ലാം പുതിയ ആൾക്കാർ. ഞാൻ എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം അതിനൊന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളടാ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ ടീമും ആ സിനിമ ടേക്ക് ഓവർ ചെയ്യുകയും അതിപ്പം കേരളം മുഴുവൻ ആ സിനിമയെ എത്തിക്കുകയും ചെയ്തു. അവർക്കൊരു വലിയ നന്ദി, കയ്യടിയും നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. പിന്നീട് ഞാൻ E4 Entertainment എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ കൂടെ അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഒരു 10-15ഓളം സിനിമകൾ അങ്ങനെ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഗപ്പി എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് 2016. 19 അമ്പിളി, പിന്നെ 22 രോമാഞ്ചം. അത് നിർമ്മിക്കുമായിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു സിനിമ സംവിധാനം ചെയ്ത്. ഇപ്പോൾ ആ ചാനലിലെത്തി നിൽക്കുന്നു. യാത്ര നല്ല രസമുള്ള യാത്ര, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നന്നായിട്ട് കൈയടിക്കേണ്ട ഒരു യാത്ര തന്നെയാണ്. ഇത് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും
എന്തൊക്കെയോ ഇമ്പാക്ട് വരുത്താൻ പറ്റിയിട്ടുണ്ട്? അത് ശ്രീനിയേട്ടൻ, ഞാൻ ശ്രീനിവാസൻ, ഞാൻ അദ്ദേഹത്തെ ഇപ്പം ഓർക്കുകയാണ്. അദ്ദേഹം നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയി. ഗപ്പി എന്ന സിനിമ നടക്കാൻ കാരണവും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ ഇവിടെ എല്ലാവരും ആയിട്ട് പറയുന്നതാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുന്ന സിനിമയാണ് നമ്മൾ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന. അതെ, ഇത് ഒരു ആക്ച്വലി സിനിമ എന്ന് പറയുമ്പം ആദ്യം ഡയറക്ഷൻ ചെയ്തു, യു ഹാവ് എ പാഷൻ ഫോർ മ്യൂസിക്, അത് ഇതിനുടനീളം ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തു, ഇപ്പം മ്യൂസിക് ഡയറക്ഷൻ. ഫസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ ഫുള്ളി? അതെ അതെ. ഇതെല്ലാം കൂടെ നല്ല കയറ്റി വയ്ക്കുമ്പോൾ ടെൻഷൻ കൂടൂലേ? അത് അറിയില്ല. ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് സൂരജ് പറഞ്ഞ പോലെ അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സൂരജും വിഷ്ണു ആയിരുന്നു ആദ്യത്തെ 2 സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അവര് ചെന്നൈയിലേക്ക് പോയ പുറകെ ഞാനും അങ്ങ് പോയി. അവിടെ ചെന്ന് ഞാൻ മ്യൂസീഷ്യൻസിന്റെ കൂടെ ആയിരുന്നു ജീവിച്ചിരുന്ന മുഴുവൻ. സുഷിൻ, യാക്സൺ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്കിത് അറിയാം മീൻസ് അത് മനസ്സിലായി. അതെ, അപ്പം അത് ഞാൻ പ്രാവർത്തികമാക്കി ഞാൻ ട്രൈ ചെയ്തു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഐ മസ്റ്റ് സേ. മാത്രമല്ല ഇതൊരു ഫാമിലി പ്രോജക്റ്റും കൂടെയാണല്ലോ. അതെ, ഇത് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാന്ന് മാത്രമല്ല, അന്നമും ഇതിൽ പ്രൊഡ്യൂസറാണ്. ഐ തിങ്ക് യെസ്, ആൻഡ് സൂരജ് ആസ് വെൽ. നമുക്ക് അവരെ ഈ ഒരു ഇൻസ്റ്റന്റിൽ വേദിയിലേക്ക് വിളിച്ചാൽ ഐ തിങ്ക് വി കൻ കംപ്ലീറ്റ് ദ പ്രൊഡക്ഷൻ ട്രയോ. കൻ യു പ്ലീസ് വെൽക്കം അന്നം ജോൺ, the producer of Ashaan, along with Suraj. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആശാൻ അവിടെ ഇരിക്കുന്നു. ഈ സിനിമയിലേക്ക് ആശാൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയൊരു എനർജി. ഓക്കെ, ആശാനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു അത് നിർത്താൻ പറ്റില്ല. എന്തായാലും ആശാൻ അല്ലാണ്ട് ഈ സിനിമയില് മറ്റൊരു ആശാനെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അന്നം ജോൺ പോൾ പ്രൊഡ്യൂസറായി എത്തുന്നു, സൂരജ് ഫിലിപ്പ് ജേക്കബും ഇതിന്റെ കൂടെ പ്രൊഡ്യൂസറായി എത്തുന്നു. ഓഫ് കോഴ്സ് അന്നം ഇസ് ഫാമിലി, പക്ഷെ സൂരജുമായിട്ടും ഈ സിനിമകളിലൊക്കെ ഉടനീളം ബന്ധമുണ്ട്. അമ്പിളിയുടെ GP ആയിരുന്നു, രോമാഞ്ചത്തിന്റെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. ഇപ്പോൾ പ്രൊഡ്യൂസർ പാർട്ണർ. എങ്ങനെയുണ്ട് ആശാൻ ആസ് എ പ്രൊഡ്യൂസർ? വാട്ട് ഷുഡ് വി എക്സ്പെക്ട്? ആശാൻ ആക്ച്വലി ഒരു ടോട്ടൽ എന്റർടൈനർ ആണ്. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായി കുഞ്ഞിക്കവളുടെ പാട്ടൊക്കെ കേട്ടപ്പോഴേ കരയും എന്നൊക്കെ ഉള്ളത്. അത് പിന്നെ ജോൺ എപ്പോഴും ഒരു ചെറിയ കരച്ചിൽ ഉണ്ട് ഭാഗത്ത്. പക്ഷേ അതർ ദാൻ ദാറ്റ് ഒരു 90% ഫുൾ ഓൺ എന്റർടൈനർ ആണ്. സോ അത് അഷ്യൂർഡ് ആണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതിനുള്ള പ്രധാന റീസൺ രാധാകൃഷ്ണൻ ചേട്ടനാണ്. അത് ആ തിയേറ്ററിലെ ആ സൗണ്ടും ഇതും എല്ലാം കിട്ടത്തുള്ളൂ. പിന്നെ രോമാഞ്ചം തന്നെ ആക്ച്വലി പലരും തിയേറ്ററിൽ കാണാതെ പലരും OTT കണ്ടിട്ട് പറഞ്ഞു അത്ര വർക്കായില്ല. ഞാൻ അന്നും പ്രൊമോഷൻസിന് പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഡെഫിനറ്റ്ലി ആശാൻ ഇസ് വൺ ഓഫ് സച്ച് മൂവി. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. And Annam, as a producer of Ashaan, Anand endana parayunnathu? John, you see him at home now, you know, as a director, you've followed his journey, ഏറ്റവും ക്ലോസ് ആയിട്ട് ജോണിന്റെ ജേർണി ഫോളോ ചെയ്തിരിക്കുന്ന അന്നമാണ്. ഇത് your first time as a producer? അന്നം ജോയിൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്? പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം ഈ ഒരു ആശാൻ എന്ന ചിത്രത്തില് ഓൾറെഡി സൂരജ് പറഞ്ഞു, വാട്ട് ഇസ് അന്നംസ് എക്സ്പെക്ടേഷൻ? ഒരുപാട് സന്തോഷം. ആശാൻ എന്ന സിനിമ ഉണ്ടായി വരുന്നത് വളരെ അടുത്ത് നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. അത് പ്രൊഡ്യൂസർ എന്ന നിലയിലും ജോൺ പോൾ എന്ന ആളുടെ ലൈഫ് പാർട്ണർ എന്ന നിലയിലും എൻ്റെ ഒരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സൂരജേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് പുതിയ ആൾക്കാർ, പുതുമുഖങ്ങളുണ്ട്, പുതിയ ടെക്നീഷ്യൻസ് ഉണ്ട്. അതുപോലെ ഇത് തീർച്ചയായിട്ടും കുറച്ചൊക്കെ പ്രയാസമേറിയൊരു യാത്രയായിരുന്നു സിനിമ നിർമ്മിക്കുക. അതിന് കൂടെ നമ്മൾ പല പല സെക്ടറിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആളെ കിട്ടിയിട്ടില്ല വീട്ടില്, അതല്ലേ സംഭവം. ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇത്രയും നല്ലൊരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത്രയും നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സിനിമ നമുക്ക് ഇത്ര മനോഹരമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അതുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഹോൾ ക്രൂവിന് ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോഴും പലരും ഓടിക്കൊണ്ടിരിക്കുകയാണ് പല വർക്കുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ
അപ്പോൾ എല്ലാവരും തീർച്ചയായും സിനിമ തിയേറ്ററിൽ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഐ തിങ്ക് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ എന്തോരം ആൾക്കാരുടെ ഒരു എഫേർട്ടാണ് കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതിലൊരു എൻഡ് റിസൾട്ട് എന്ന് കാണിക്കുന്ന ഒരു സിനിമ കൂടി ആയിരിക്കും ഇത്. ബട്ട് അനദർ തിങ് ലൈക്ക് ഐ വാസ് സേയിങ് ആൻഡ് യു ഓൾസോ ഷെയർ ഹിസ് ലവ് ഫോർ മ്യൂസിക് അല്ലേ? അപ്പൊ ഐ വാസ് തിങ്കിങ് എന്തായാലും ജോൺ പോൾ ഇവിടെ ഉണ്ട്, നമുക്ക് ജോൺ പോളിന്റെ അടുത്ത് ആ ഒരു സംഗീതം നമുക്ക് വേണ്ടി ഞാൻ പെരുന്നാളി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്ലീസ്. ഇതിനകത്ത് ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മ, എനിക്ക് പാട്ട് കിട്ടിയത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അപ്പൊ അമ്മ അവിടെ ഇരിപ്പുണ്ട്, അമ്മ അവിടെ ഇരുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഇമോഷണലാണ്. അപ്പൊ ഞാൻ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ ഞാനൊരു പാട്ട് പാടി കേൾക്കണമെന്ന്. അപ്പൊ ഞാനിത് വേറൊരാളെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ ഞാനിത് ട്രാക്ക് പാടി ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് പിന്നീട് എനിക്ക് എൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ പാടി അതായത് ഞാൻ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞ് അവസാനം ഞാൻ ഈ കഴിഞ്ഞ ഈ പാട്ട് ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് റെഡിയാക്കി പോയിട്ട് ഇത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. Is this your first film song? അതെ. Oh wow! അപ്പോ അമ്മയുടെ ആഗ്രഹം അതെ. അപ്പം ആശാനെ ഒന്ന് വരാവോ? ആശാൻ എടുത്ത് 2 പേരും പാടിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടനെ ഈ ചേട്ടൻ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ടാ ഓടിച്ചു പോകുന്നത്? ആ ഗ്യാപ്പ് കിട്ടിയപ്പോ നല്ലൊരു കഴിവ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം ഇന്ദ്രൻ ചേട്ടൻ, നമ്മുടെ ആശാൻ. ആശാൻ ആ പാട്ടിനകത്ത് 2 വരി ആശാനെ കൊണ്ട് പാടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അത് സിനിമയ്ക്കകത്തെ സിനിമയായതുകൊണ്ട് ക്യാമറയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ലെൻസിനെ കുറിച്ചൊക്കെ വിനായകൻ അതിഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വരി ആശാനെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. റെക്കോർഡ് ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പാടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ നമ്മള് ആശാന്റെ കണ്ണുനിട്ട് കാത്തിരുന്നിട്ടും ഒക്കെ ഒരുപാട് പാടി കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യിച്ചതാണ്. അതായത് കുഞ്ഞു ചില്ലിന കാഴ്ചയൊപ്പിടും മന്ത്രജാലമേ നന്ദി ചൊല്ലിടാം, വാക്കിലുള്ളതോ രൂപമാകവേ 100 ഭാവമാൻ ഭംഗിയിടാം. അച്ഛൻ ഈ 2 പേരും പാടിയിട്ടുള്ളൂ, ബാക്കി പാടാം. ചിറകേ ചിറകേ വാനത്തേറാനോളം വന്നോ, ചിരിയേ ചിരിയേ വിടരാനായി നീയും കൂടെ നിന്നോ, പിന്നിടുന്ന ദൂരം മെല്ലെ നല്ല പാതയാകും പോലെ ഉള്ളിടുപ്പുകൾ വേഗം കൂടുന്നുണ്ടാവോ, ഇന്നലെ വരെ മണ്ണിലെങ്കിലും ഇന്നു ചിന്തകൾ പണിഞ്ഞു പോ, നോവു തിന്നതും നോമ്പു നോറ്റതും മുന്നിലായിരം വർണ്ണചിത്രമാ, ചിറകേ ചിറകേ വെൺവാനത്തേറാനോളം വന്നോ, ചിരിയേ ചിരിയേ വിടരാനായി നീയും കൂടെ നിന്നോ, നേടുന്ന ദൂരം മെല്ലെ നല്ല പാതയാകും പോലെ ഉള്ളിടുപ്പുകൾ വേഗം കൂടും. അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് അവിടെ പിടിക്കുന്ന അമ്മയാണ്. മക്കൾ നടത്തി കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് വെരി വെരി ബ്ലെസ്ഡ് മോം. ഇന്ദ്രൻ ചേട്ടാ
ആശാനെ കാണാൻ വേണ്ടി ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം ജോൺ, നമ്മളുടെ ഈ ഒരു സിനിമയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് അവരെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കാം. ഞാൻ ആദ്യം ഈ സിനിമയില് ഒരു ചേട്ടൻ പുള്ളിയുണ്ട്, എൻ്റെ ഏറ്റവും സീനിയർ, ഈ ടോട്ടൽ ക്രൂവിലെ ഒരു സീനിയർ. വലിയ പ്രായമൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്കത് ചേട്ടനാണ്. ഞാൻ എൻ്റെ ആഗപ്പി ഉൾപ്പെടെ എല്ലാ സിനിമകളുടെയും രോമാഞ്ചം ഒക്കെ എൻ്റെ സൗണ്ട് ഡിസൈനർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജേട്ടൻ. പിന്നെ DOP വിമൽ, വിമലിന്റെ ആദ്യ സിനിമയാണ്, ചെറിയ പയ്യനാണ്. പിന്നെ റോണക്സിന് വരാൻ പറ്റിയില്ല. പിന്നെ ഇതിന്റെ ഞാനിപ്പോ നിങ്ങളെല്ലാം പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ, ഈ ഇതിന്റെ ഒരു പശ്ചാത്തല സംഗീതമുണ്ട്. ഈ പാട്ടിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറോ പ്രൊഡക്ഷൻ, എനിക്ക് അങ്ങനെ ഇൻസ്ട്രുമെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഞാനൊരു ഹാർമോണി പെട്ടിയൊക്കെ വെച്ചിട്ടാണ് പാട്ടുകൾ ചെയ്യാറുള്ളത്. പക്ഷെ എൻ്റെ ഈ പാട്ടിനെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ഈ സിനിമയുടെ മ്യൂസിക്കിനെ നിങ്ങളിലേക്ക് എത്തിച്ച ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരു മ്യൂസിക് ബോൺ ഉണ്ട്, അജീഷ്. വിവേക്, ആ ഡയറക്ടർ. പിന്നെ ഞാൻ ഒരു രണ്ടുപേരെ കൂടെ വിളിക്കുകയാണ്. ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ വർക്ക് ചെയ്ത ഇതിൻ്റെ ഒരു VFX ടീം, ശ്രീരാജ്, തൗഫീഖ്, രണ്ടുപേരും വാ. നല്ലൊരു കൈ കൊടുക്കാം ഇവരോരോരുത്തർക്കും. ഇവരെ സ്റ്റേജിലേക്ക് വിളിക്കാനുള്ള കാരണം ഈ ഓരോ വൈഷ്ണവ് ഉണ്ടോ? വളരെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. VFX ആശാൻ പോലത്തെ ഒരു സിനിമയ്ക്ക് എന്താണ് VFX എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ 5-ാം തീയതി സിനിമയ്ക്ക് ശേഷം നമുക്ക് സംസാരിക്കാം അതിനെ കുറിച്ച്. അപ്പൊ എന്തൊക്കെ ഉണ്ട് അല്ലേ? ചെറിയ സിനിമയാണ് കേട്ടോ, ഭയങ്കര ചെറിയ സിനിമയാണ്, ഭയങ്കര ഒരു കുഞ്ഞൊരു സിനിമയായിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ഡൺ ബ്യൂട്ടിഫുള്ളി. ലൈക്ക് അതിന്റെ ഒരു ഇംപ്രഷൻ ഇല്ലേ, ആ ഇംപ്രഷൻ ലുക്സ് അമേസിംഗ്. ഇവരുടെ പെട്ടെന്ന് രണ്ടാക്കി കേട്ടാലോ? ഞാൻ രാജേട്ടൻ. യെസ്. കുറെ മൈക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഭയങ്കര വലിയൊരു മൊമെന്റ് ആണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോണിനെ കാണാൻ തുടങ്ങിയത് ഇന്നലെയൊന്നും അല്ല, എത്രയോ വർഷങ്ങളായിട്ട്. അതായത് ട്രാഫിക് വർക്ക് ചെയ്യുന്ന സമയം, ഞാൻ ട്രാഫിക് മിക്സ് ചെയ്യുമ്പോൾ അന്ന് ജോൺ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം വർക്ക് ചെയ്ത എല്ലാ സിനിമകൾക്കും എങ്ങനെയോ ആക്സിഡന്റലി ഞാനും അതിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് എപ്പോഴും സംഭവിച്ച കാര്യമാണ്. പിന്നെ ഒരുപാട് കണക്ഷൻ എനിക്കൊന്ന് മ്യൂസിക്കലും കൂടെ കണക്റ്റഡ് ആണ്. കാരണം എൻ്റെ അച്ഛൻ സംഗീത സംവിധായകനാണ്, MG രാധാകൃഷ്ണൻ. സോ അത് ട്രിവാൻഡ്രമായിട്ടും ജോണിനൊരു ബന്ധമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പഠിച്ച അതേ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളും കൂടെയാണ്. സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ, വെറുതെ ഒന്നും അല്ല മ്യൂസിക് ചെയ്യുന്നത്, സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾ തന്നെയാണ്. സോ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഷൂട്ടിംഗ് കണ്ടിട്ടില്ല, ഷൂട്ടിംഗ് ലൈവായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നിന്ന് മാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിയലി നടക്കുന്നത്, സിനിമയ്ക്കകത്ത് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി, അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് എന്താണെന്നുള്ളത് കൃത്യമായി ഇമോഷണലി തമാശ രൂപത്തിൽ പല ഇമോഷൻസിൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങളൊക്കെ ഇതിൻ്റെ ടെക്നീഷ്യൻസ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷമായിട്ട് വർക്ക് ചെയ്ത സിനിമയാണിത്. ശരിക്കും നോട്ട് ലൈക്ക് ഒരു സാധാരണ ഒരു സിനിമ ചെയ്യുന്നതിനേക്കാളും എൻ്റെ സിനിമ എന്ന് എല്ലാവർക്കും തോന്നുന്ന വിധത്തിലാണ് ഈ സിനിമ എല്ലാവരും വർക്ക് ചെയ്തിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെങ്കിലും തിയേറ്ററിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് വിശ്വാസം. താങ്ക് യു സോ മച്ച്. വിമലിന്റെ ഫസ്റ്റ് സിനിമയാണ് ആസ് എ DOP. സോ കൺഗ്രാറ്റുലേഷൻസ്. അമേസിംഗ് ആണ്. ഗപ്പി സിനിമ ഒരു വെൽഫെയർ ഫിലിമാണ് മോന്റെ ആദ്യത്തെ സിനിമ. എന്ത് തോന്നുന്നു ആ മുഖത്തുണ്ട് ആ സന്തോഷം? ഇനി മനസ്സിലെ കാര്യം പറഞ്ഞോളൂ. ഞാൻ കുറച്ച് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് താങ്ക് യു. ഇല്ല ചേച്ചി കംഫർട്ടബിൾ ആക്കേണ്ട ടീച്ചർ, അതുകൊണ്ട് കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച് ജോണേട്ടാ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും. പിന്നെ നമ്മുടെ തന്നെ ക്രൂ ആയിരുന്നു, എല്ലാവരും ഫാമിലി ആയിരുന്നു. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, ജോമൻ ചേട്ടൻ അഭിനയിച്ച എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കി. വേറെ ആക്ടേഴ്സ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ സീ സ്റ്റാൻഡിൽ എൻ്റെ തലക്കെട്ട് ചേരാൻ.
അപ്പൊ അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ. എനിക്ക് സംസാരിക്കാൻ അത്ര അറിയില്ല ഭയങ്കര. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി. എന്റെ അപ്പൻ ചേട്ടനാണ് എനിക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെ അപ്പനാണ് എന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ താങ്ക് യു അപ്പ. താങ്ക് യു. വിവേകാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ ഈ സിനിമയിൽ കാണുന്നത്. സന്തോഷമുണ്ട് ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ. കൂടുതലൊന്നും പറയാനില്ല. എല്ലാരും ബിഹൈൻഡ് ദ സ്ക്രീനാണ്. അജീഷ് ഒരു കൈയടി പ്ലീസ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജോൺ ചേട്ടനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. ഇങ്ങനൊരു പടം എന്നെ പോലെ ഒരു ന്യൂ കമറിനെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തെന്നാണ്. നമുക്കിപ്പോ കൺഫേം ചെയ്യാം. ഭംഗിയായിട്ട് ചെയ്തോ? തീർച്ചയായും. ഓക്കെ, നീ വിശ്വാസത്തോട് പറഞ്ഞോ. പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞു. നല്ലൊരു കഴിവ് കൊടുക്കാം. താങ്ക് യു. ഇതിനെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇതൊരു തുടക്കം മാത്രമാവട്ടെ. ഇനി നിരവധി സിനിമകൾ കാണാൻ പറ്റും. VFX ടീമിന് വേണ്ടി എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്നു. കുറെ പേരുണ്ട്. നിങ്ങൾ VFX വിഷ്വൽസ് മാത്രമേ ചെയ്യുള്ളൂ? വിഷ്വൽ എഫക്ട്സേ ഉള്ളോ? തൗഫീഖ് അല്ലേ? അതാ ഞാൻ പറഞ്ഞു. പക്ഷെ അവനങ്ങനെ ഇഷ്ടം. പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ ആയിപ്പോയി. ഒന്നും പറയാൻ പറ്റില്ല. കുറച്ചധികം നാള് സിനിമയുടെ സൈഡിൽ വർക്ക് ചെയ്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് ഈ സിനിമയിൽ ഫില്ല് ചെയ്യാൻ പറ്റി. സന്തോഷം. ഭയങ്കര ഇന്നലെ റൂമിനുള്ളിലായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ടെൻഷനാകും. പിടിച്ചൊക്കെ നട്ടല്ലേ? ഒരു വർഷമായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയുടെ VFXന് വേണ്ടിയിട്ട്. അപ്പൊ ഉച്ചവരെ ഔട്ട് കൊടുത്തേ ഇപ്പോഴും ചെയ്യാനുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാനുണ്ട് അല്ലേ ജോൺ? യു വാണ്ട് ടു സേ വാട്ട് ഇറ്റ് ഈസ്? മമ്മൂക്കനെ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെയാണ് മമ്മൂക്കനെ പോയി കണ്ട് ഇവിടെ വരാം എന്ന് മമ്മൂക്ക സമ്മതിക്കുന്നത്. താല്പര്യം, അതിലുള്ളൊരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതൊരു ചെറിയ ഇവന്റ് ആയിരുന്നു. ഇതോടുകൂടി ഇതൊരു വലിയ ഇവന്റായി മാറി എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഫെയർ ഫാമിലി, മമ്മൂക്ക എല്ലാം ഈ സിനിമയായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ജോമേട്ടൻ DQ ഷൂട്ടിലാണ്, വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഗപ്പി സിനിമാസിന്റെ ഈ ഒരു ചെറിയ സിനിമ സ്വീകരിക്കുകയും അതെല്ലാവരിലേക്ക് എത്തിക്കാനും മമ്മൂക്ക കാണിച്ച ആ ഒരു മനസ്സ് മമ്മൂക്ക നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ദ്രൻ ചേട്ടാ, നമ്മുടെ കൂടെ ഇന്ന് മമ്മൂക്ക എത്തിയിരിക്കുകയാണ്. മമ്മൂക്ക ഇന്ന് നമ്മുടെ രാജ്യം തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. എന്താണ് ഇന്ദ്രൻ ചേട്ടനും നമ്മുടെ മമ്മൂക്കനെ കുറിച്ച് ഇപ്പൊ പറയാൻ തോന്നുന്നത്? മമ്മൂക്ക ഞങ്ങളെ ഒരുപാട് പേരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതുപോലെ അഭിനയിക്കണം, അങ്ങനെ ആവണം എന്നൊക്കെ മോഹിപ്പിക്കാൻ ഇപ്പോഴും നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അതിന് നമുക്കൊക്കെ വലിയ അഭിമാനം. അദ്ദേഹം നമുക്കൊക്കെ വാങ്ങിച്ചിരുന്ന സമ്മാനങ്ങളും ലോകോത്തര നടന്മാരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ആശാൻ. നമ്മുടെ ആശാൻ. വെൽ പുട്ട്. ഇന്ദ്രൻ ചേട്ടൻ ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് എപ്പോഴായിരുന്നു? ഏത് സിനിമയിലാണ് ഇന്ദ്രൻ ചേട്ടൻ? കുറേ ഉണ്ടല്ലേ പറഞ്ഞു തുടങ്ങി. അതെ, മമ്മൂക്കയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ 5 പതിറ്റാണ്ടായി, 400-ൽ പരം ചിത്രങ്ങളായി, നാഷണൽ അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ്സ്, ഇപ്പോഴത്തെ രാജ്യം തന്നെ പത്മഭൂഷൺ നൽകി ആദരിച്ച നമ്മളുടെ സ്വന്തം ഒരു മഹത്തായ ഒരു ലെജൻഡറി ലിവിംഗ് ആക്ടറാണ്, ലെജൻഡാണ്. മലയാള സിനിമയുടെ ഒരു മുഖമാണ്. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യയിലെ എത്ര ഭാഷകളിൽ എക്സാംപ്ലറി ആയ റോൾ. ഇന്ദ്രൻ ചേട്ടൻ മമ്മൂക്കയുടെ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേക്കട്ടെ. ഇപ്പോ അടൂർ സാറിന്റെ പദയാത്ര എന്ന് പറഞ്ഞ സിനിമയില് മമ്മൂക്കയോടൊപ്പം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, അതിലും അഭിനയിക്കുന്നു. എന്തൊന്നും പറയാത്തെ? പറഞ്ഞു വരുമല്ലേ? എത്ര കഥാപാത്രങ്ങൾ അല്ലേ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓരോ കാലഘട്ടത്തിലും അഭിനയിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ ഒരു പക്ഷേ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ടാവും മമ്മൂക്കയോടൊപ്പം. 109 സിനിമ കോസ്റ്റ്യൂം
കോസ്റ്റ്യൂമർ ആയിരുന്നു. അപ്പം അതിലെന്തായാലും മമ്മൂക്ക കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മമ്മൂക്ക എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻസ് വീണ്ടും ഒരു തവണ രാജ്യം ആദരിക്കുകയാണ്. ആ ഒരു ആദരവ് നമുക്ക് ഈ വേദിയിൽ ഒന്ന് ഓണർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മമ്മൂക്ക, if we could please welcome you on stage and we want to honor you with a small token of our love from Team Asha. Asha എന്ന നമ്മുടെ പ്രിയപ്പെട്ട the one and only മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് നമ്മളൊരു ആദരവ് നൽകുകയാണ്. അദ്ദേഹത്തിന്റെ പത്മഭൂഷണിന് വേണ്ടിയുള്ള ഒരു ആദരവാണ്. തീർച്ചയായിട്ടും എത്രയോ കാലാകാലങ്ങളായി എത്രയോ അവാർഡ്സ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ തേടിയെത്തുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്നും അന്നും അഭിനയത്തെ അത്രയധികം പാഷനോട് കൂടി സ്നേഹത്തോടു കൂടി പ്രൊഫഷണലി കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ്. ഇന്ദ്രൻ ചേട്ടാ, നമുക്ക് ആദ്യം ഒരു പൊന്നാട അണിയിച്ച് നല്ലൊരു കൈഡിയാവാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഞങ്ങളുടെ ആശാന്റെ ഹാർട്ടിയസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് പ്രൊഡ്യൂസേഴ്സ് എല്ലാരും കൂടെ ഒരുമിച്ച്, ഇന്ദ്രൻ ചേട്ടനും എല്ലാരും കൂടെ ഒരുമിച്ച് നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു സ്നേഹ സമ്മാനമാണ്. For Padma-Bhushan Mammootty with so much pride and gratitude from Guppy Cinemas and Wayfarer Films. മമ്മൂക്കയുടെ കല നിരവധി കഥകൾക്കാണ് സോളും ജനറേഷൻസിന് ഒരു കാരണവും നൽകിയിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ കൂടെ മമ്മൂക്ക ഇവിടെ എത്താൻ കാരണം ആശാൻ എന്ന സിനിമയുടെ ആ ട്രെയിലർ ലോഞ്ച് ആണ്. നമുക്ക് ആ ചടങ്ങിലേക്കും കടന്നാലോ? നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ട്രെയിലർ ലോഞ്ച്. Can I have the clap? ഇതെല്ലാവർക്കും വളരെ ഫെമിലർ ആയ ഒരു ക്ലാപ്പ് അടിച്ച് നമ്മൾ ട്രെയിലർ ലോഞ്ച് ചെയ്യായിരിക്കും. മമ്മൂക്ക ട്രെയിലറിന് ക്ലാപ്പ്. എല്ലാവരും റെഡിയാണോ? നല്ലൊരു കൈഡിയാവാം. ഗപ്പി സിനിമാസ് in association with Wayfarer Films presents Ashan. Woo! ഒരു പ്രാവശ്യം കെട്ടിയത്, 2 പ്രാവശ്യം കെട്ടിയത്, അപ്പം നീ മനസ്സിലാക്കണ്ട. 2 വാക്ക് പ്ലീസ്. ട്രെയിലർ കണ്ട ശേഷം എന്താണ് മമ്മൂക്കയ്ക്ക് തോന്നുന്നത്? നമസ്കാരം. ഈ സിനിമയിലെ ഈ ട്രെയിലർ ലോഞ്ചിന് ഞാൻ വരാൻ എന്താണ് കാരണമെന്ന് ഞാൻ തന്നെ ആലോചിക്കാം. കാരണങ്ങൾ വേണമെങ്കിൽ എണ്ണിപ്പെറുക്കാം. വൈഫെയർ ഫിലിംസിൻ്റെയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കൂട്ടരാണ്. ഇതിൻ്റെ സംവിധായകൻ എനിക്ക് പരിചയമില്ല, വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. വൈഫെയർ ഇതിനു മുമ്പ് വേറെ ഒരുപാട് പടം കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ പടത്തിന് വന്നത് എന്താണെന്നാണ് ഞാൻ ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തിലാണ് വിളിക്കാൻ വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്നെ പേടിച്ച് ഞാൻ കടുവ പോലെയൊന്നുമല്ല. പുള്ളി വന്ന് ചുമ്മാ രസം, എനിക്കങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എൻ്റെ കഥ ചകഞ്ഞ് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് കഴിഞ്ഞ് കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇയാൾ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവും. ഈ സിനിമയോടുള്ള സമീപനം, ഈ സിനിമ എഴുതിയിരിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ യവന്മാരാരും അല്ല, എന്നാലും നല്ല അഭിനയം കാഴ്ചവെച്ച്. ഇപ്പം ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ, ഞാൻ പറ്റുമോ. എനിക്ക് ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഞാനല്ലോ, ഇപ്പോൾ ഈ ഇന്ദ്രൻ സാറിനെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം വേണ്ടിയില്ല. ഇവിടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ഞാൻ ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിൻ്റെ. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ഷെയിമായിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്ന് വിട്ടിരുന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുകയാണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളായി മാറുകയാണ്. ഞാൻ കുറേയേറെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, അതിൻ്റെ പേര് പമ്പ് സെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പ് സെറ്റ്? എന്ത് പമ്പ് സെറ്റ്? പമ്പ് സെറ്റ് എന്ന് പറഞ്ഞ സിനിമ ജലധാര പമ്പ് സെറ്റ്. അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിയില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായിരിക്കും? ഷിനിഗാമി, കുട്ടന്റെ ഷിനിഗാമി. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. എന്നെ കളി അയാൾ കളിച്ചിരിക്കുന്ന നിങ്ങളാരും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസിൽ ഒരു 2 ചെരുപ്പായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയുണ്ടോ? അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും ഇങ്ങേരും കൂടെ ഞാനാ നീയെന്ന് പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കാഴ്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല, നടന്മാരുടെ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിലുണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വളരുന്നത്. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്ത ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടെയാണ് എൻ്റെ വരവ്. സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമയുണ്ട്. ഒരു സിനിമ, സിനിമയുടെ അകത്തൊരു സിനിമ, പിന്നെ ഒരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരിക്കും. അതൊരു വലിയ ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടിയാണ്. അപ്പോൾ ഇവരെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയെങ്കിലും ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരും എന്നെ കേൾക്കുന്ന ആളുകൾ ഈ സിനിമ ഉപേക്ഷിക്കരുത്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. നമുക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ സിനിമയിലെ കുറച്ച് മെയിൻ കഥാപാത്രങ്ങളുണ്ട്. അവരെ ഒന്ന് സ്റ്റേജിൽ വിളിച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. Can I please welcome ശോഭി ചേട്ടാ, ജോമോൻ, ബിപിൻ. ഇനി anybody I'm missing? കനകം. ടെക്നീഷ്യൻസും വരാം നമ്മളുടെ ടെക്നീഷ്യൻസ് ക്രൂ. ബോബി കം. നമ്മളുടെ കൂടെ പ്രവർത്തിച്ച സംഗീത, വിവേക്, വിമൽ, അജീഷ് ആന്റോ, വൈഷ്ണവ്, ശ്രീകുട്ടൻ, MR രാജകൃഷ്ണൻ. പിന്നെ ഇവിടെ ഈ സിനിമയുടെ കൂടെ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ മലയാള സിനിമയുടെ ആശാന്റെ കൂടെ. തൗഫീഖ്, VFX ടീം കം. കുറച്ച് പാട്ടൊക്കെ പമ്പ് ചെയ്ത് വെച്ചോ. നല്ലൊരു മൊമെന്റ് അല്ലേ? നമ്മുടെ മമ്മൂക്കയല്ലേ നമ്മുടെ കൂടെ. Ladies and gentlemen, Guppy Cinemas അവതരിപ്പിക്കുന്ന in association with Wayfarer Films ആശാൻ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ നമ്മുടെ പ്രിയപ്പെട്ട പത്മഭൂഷൺ മമ്മൂക്ക എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ടീമിന്റെ കൂടെ ഒരു ഫോട്ടോ ഓപ്പ് ആണ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ മമ്മൂക്കയാണ്. ഈ സിനിമ ഉപേക്ഷിക്കരുത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമയാണ്. സിനിമ വിതിൻ എ സിനിമ വിതിൻ എ സിനിമ. ആശാൻ എന്ന ചിത്രത്തിൽ നിന്നും തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഫെബ്രുവരി 5-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് നല്ലൊരു കൈ കൊടുക്കാം. മമ്മൂക്ക ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയും ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എക്കാലവും നമ്മളുടെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായ മമ്മൂക്ക ഉണ്ടാവണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ദ ഫിലിം. ഈ സിനിമയിൽ നിരവധി പുതിയ ആൾക്കാർ
മുന്നിലേക്ക് എത്തുന്നുണ്ട്. DOP പുതിയ ആളാണ്, കോസ്റ്റ്യൂം ഡിസൈനർ പുതുതായി എത്തുന്നതാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ ആദ്യമായി ചെയ്ത സിനിമയാണ്. VFX ടീം. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഇവിടെ എത്തി. ഇതുവരെ ഈ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മമ്മൂക്ക എത്തി ഈ സിനിമയ്ക്ക്. നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് തോന്നുന്നു ജോൺ? എന്ത് പറയണമെന്ന് അറിയത്തില്ല. മമ്മൂക്കിന് പേടിയായിരുന്നു മീറ്റ് ചെയ്യാൻ പോയപ്പോ? മമ്മൂക്കയുടെ അടുക്കൽ കഥ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ചെയ്തു കഴിഞ്ഞ ഒരു സിനിമയുടെ കഥ വന്ന് പറയേണ്ടി വരുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഞാൻ ചെറിയൊരു കാര്യത്തിനായിട്ട് ചെന്നതാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയുടെ പ്രസൻസ് ഉണ്ട്, മമ്മൂക്ക ഉണ്ട്, ഈ സിനിമയുടെ ഭാഗമാണ്. ഞങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് മമ്മൂക്ക പറയുന്നുണ്ട്. അപ്പോ അതിനുവേണ്ടി ചെന്നതാണ്. പക്ഷെ എന്നെ അവിടെ ഇരുത്തി ഈ ഷൂട്ട് കഴിഞ്ഞ സിനിമയുടെ മുഴുവൻ കഥയും മമ്മൂക്ക പറയിപ്പിച്ചു. അത് ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ. സന്തോഷം, ആ സന്തോഷം അന്ന് തീർന്നു. ഇപ്പൊ അതിൽ താഴെയാണ് സത്യം പറഞ്ഞ. ഒന്ന് കാണാൻ പറ്റിയ എന്റെ സന്തോഷം തന്നെയായിരുന്നു. ഓക്കെ, താങ്ക് യു മമ്മൂക്ക. താങ്ക് യു സോ മച്ച്. Can we give നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക? John from Wayfarer Films, can I welcome Joe on stage? I don't know, they just told me about him. അവർക്ക് സ്നേഹം പറയാനായിരുന്നു. They want to say thank you in person. കേട്ടോളാം. Okay. I mean, what a lovely moment, yeah. Guppy Cinemasന്റെ കൂടെ Wayfarer Filmsഉം ചേർന്ന് ഇതിന്റെ ആ ഒരു പ്ലാറ്റ്ഫോം തന്നെ വലുതാക്കി. ഇപ്പോൾ ഇത് ആശാൻ എന്ന ചിത്രം ഒരു ചെറിയ ചിത്രമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും മലയാളക്കരയ്ക്ക് അത് അങ്ങനെയല്ല. അത് ഞങ്ങൾ കാണുന്നത് ഒരു വലിയ ചിത്രം ആയി തന്നെയാണ്. ബിക്കോസ് ഇതിൽ മെയിൻ കഥാപാത്രമായി ആശാനായി എത്തുന്നത് നമ്മളുടെ ഇന്ദ്രൻ ചേട്ടനാണ്. ഇന്ദ്രൻ ചേട്ടാ, ആശാനെ കുറിച്ച് 2 വാക്ക്. ആശാൻ ഒന്നും പറയൂല. ആശാൻ ആ ഫോട്ടോയില്ലല്ലോ. ആശാനെ കൂടെ എടുക്കാവോ മമ്മൂക്ക? കനക ചേച്ചി അടുത്തുണ്ടല്ലോ. ചേച്ചി ഇപ്പുറത്തേക്ക് വാ, എല്ലാം കാണൂല. വൈകി വന്ന വസന്തം. അർജുൻ വാ, 2 വാക്ക് പറഞ്ഞിട്ട് പോ ആശാനെ കുറിച്ച്. നമുക്ക് പോയിട്ട് മതിയോ? രോമാഞ്ച ടീം തിരിച്ച് 2 വാക്ക് പറ ആശാനെ കുറിച്ച്. അല്ല, നമുക്ക് പോയിട്ട് മതിയല്ലേ? നമുക്ക് എപ്പോഴൊന്നും പോകില്ല. നമുക്ക് ഫോട്ടോ എടുത്ത് നിൽക്കുവാണ്. സോ ക്യൂട്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ മൊമെന്റ് അല്ലെ? മലയാളത്തിലെ, ഇന്ത്യയിലെ തന്നെ ലെജൻഡറി ആയ നമ്മളുടെ മമ്മൂക്ക മലയാള സിനിമയിൽ നിരവധി ന്യൂ കമേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം മമ്മൂക്ക എത്രയോ നാളായിട്ട് പുതിയ കുറെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലെജൻഡറി ആക്ടറാണ്. ആൻഡ് ടുഡേ ഹി കണ്ടിന്യൂസ് ഇൻ ദാറ്റ് സ്ട്രീം. ദ ഓൺലി ബിഗ് ക്വസ്റ്റ്യൻ ഇസ് എങ്ങനെയാണ് മമ്മൂക്ക എന്നും ഇത്രയും യൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്നത്? അതിന് മാത്രം ഒരു ഉത്തരവില്ല. സീക്രട്ട് ആണെങ്കിൽ മമ്മൂക്ക പറഞ്ഞും തരത്തില്ല. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. ചേച്ചി, ഈ സിനിമയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നോ? ഈ പോസ്റ്ററിൽ ഞാൻ ആദ്യം ചോദിച്ചത് ചേച്ചിയെ എവിടെയായിരുന്നു എന്നാ. നിറഞ്ഞ സദസ്സിനും പോൾ സാറിനും പിന്നെ ഇന്നിവിടെ സ്വർഗത്തിൽ നിൽക്കുന്ന അനുഭൂതിയാണ്. കാരണം മമ്മൂക്കയെ നേരിട്ട് നമ്മുടെ ആശാൻ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും അനുഗ്രഹീതമാണ്. ഞാനിപ്പോൾ ജയ കഴിഞ്ഞിട്ട് ഒരു 18 മലയാളം സിനിമയും തമിഴ് കുടുംബസ്ഥനും ചെയ്തു. ഇറങ്ങിയ പടങ്ങളൊക്കെ ഹിറ്റാകുകയും ചെയ്തു. പക്ഷേ ഇതിലൊക്കെ ഉപരി ഇതിനകത്തെ എൻ്റെ ഒരു ക്യാരക്ടർ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. പോൾ സാറിന് അതിന് പ്രത്യേകമായ സ്നേഹാദരങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5-ാം തീയതി നമ്മുടെ പടം പ്രസന്റ് ചെയ്യുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും ഒപ്പം സാന്നിധ്യവും ഉണ്ടാകണം. എല്ലാവരെയും അറിയിക്കണം. വൻ വിജയമാകാൻ വേണ്ടി ഈ കലാകാരിയും പ്രാർത്ഥിക്കുന്നു. നന്ദി.
താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി ഫോർ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക. എല്ലാവരും പോയി.